ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, നാളെ തുടരാനിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ത് സൂചനയാണ് നൽകുന്നത്? നമുക്ക് ഇതിനു പുറത്ത് പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നു, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന വിഷയം കൂടി നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തെ ദൃശ്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? സ്മൃതി, നമ്മൾ അതീവ ഗുരുതരമായൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം പോവുകയാണ്. കാരണം ഭരണരംഗത്ത് ഭരണത്തലവനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം വളർന്ന് നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷത്തെ വളരെ മോശപ്പെടുത്തിയിരിക്കുകയാണ്. ഭരണരംഗത്തൊരു മുഖ്യമന്ത്രി ദുർബലനാണെന്ന് തോന്നുന്നൊരു ഘട്ടം വരുമ്പോൾ കൂടെയുള്ള ഗൺമാന്മാരടക്കം ഭരിക്കാൻ തുടങ്ങുന്നൊരവസ്ഥ നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് ഗവർണർ ഭരിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് ഗൺമാന്മാർ ക്രമസമാധാന ചുമതലയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ഇവിടെ പോലീസിൻ്റെ തലപ്പത്തുള്ള സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ പാർട്ടിയുടെ താൽപ്പര്യങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നൽകാനായിട്ട് പാർട്ടിയിലെ യുവജന വിഭാഗങ്ങൾക്ക് പോലീസ് വളരെ സ്വതന്ത്രമായി വിഹരിക്കാൻ അവസരമുണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കാണുന്നത്. ഗവർണർ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ തലവനാണ്. അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം ഒരു ബാനർ അഴിക്കാൻ പറയുന്നതിനോട് എനിക്ക് തീർത്തും യോജിപ്പില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ബാനർ ഉയർത്താൻ ആർക്കും അധികാരമുണ്ട്. പക്ഷേ ഇത്തരം ബാനറുകളൊന്നും ഈ നാട്ടിൽ ഉയർന്നുകൂടാ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. ആ മുഖ്യമന്ത്രിയുടെ ഒരു പാരമ്പര്യം നമ്മുടെ ഗവർണർ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇന്നിപ്പോൾ SFI കാണിച്ചത് നോക്കൂ. അവർ ബാനർ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, വേറൊരു വിദ്യാർത്ഥി സംഘടന കെട്ടിയ ബാനർ അഴിച്ചു കൊണ്ടുവന്നിട്ട് അവർ ഭരിക്കുന്ന പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആ ബാനർ കത്തിക്കുകയാണ്. എന്നിട്ട് പറയാം ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന്. ഇതൊരു പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ തിണ്ണുമിടുക്കാണ് എന്ന് ചിത്രീകരിക്കപ്പെടില്ലേ? ഇവിടെ DYFI പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാരെ വഴിനീളെ ആക്രമിക്കുന്നില്ലേ? അവർ പോലീസുകാർക്കൊപ്പം നിന്നുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. നേരെ മറിച്ച് പോലീസുകാർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ DYFIക്ക് ഈ ധൈര്യം വരുമായിരുന്നോ? അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഭരണരംഗത്ത് ഒരു മുഖ്യമന്ത്രി ഭരണപരമായി ദുർബലനാകുമ്പോൾ പാർട്ടി നേതൃത്വം ആ രാഷ്ട്രീയ സംവിധാനത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന മേധാവിത്വത്തിലേക്ക് ഉയരാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന അവസ്ഥയാണിത്. നമ്മൾ നിസ്സാരമായി കണ്ടുകൂടാ. കാരണം ഇവിടെ ജനങ്ങളെന്നൊരു വിഭാഗം വേറെയുണ്ട്. ആ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ പറയുന്നത്? ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനമല്ല ഇവിടെ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗൺമാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരാളാണ്. ഇവിടെ DGPയും AGP ADGPയും IG-മാരും ഒക്കെ ഉണ്ട്. ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഇടുകയാണ്, ഇന്ന സ്ഥലത്ത് വന്നാൽ കാണിച്ചു തരാമെന്ന്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. എന്തുകൊണ്ട് DGPക്ക് നടപടിയെടുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ADGPക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് IG മിണ്ടുന്നില്ല? എന്തുകൊണ്ട് SP നടപടിയെടുക്കുന്നില്ല? ഇത് കേരളത്തിലാണ് ഈ സംഭവിക്കുന്നത്. 1957 ശേഷം ഇത്രയും ഗുരുതരമായൊരു ക്രമസമാധാന പ്രശ്നം, ഇത്രയും ഗുരുതരമായൊരു ഭരണ മരവിപ്പ് കേരളത്തിൽ ആദ്യമാണ്. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്തിയിട്ട് പോലീസിനെ നിയന്ത്രിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആഭ്യന്തര വകുപ്പ്. പക്ഷേ ഗവർണർ അധികാരമുള്ള ആളാണ് എന്ന് തെളിയിക്കുകയാണ് അദ്ദേഹം. അത് നോക്കിയിരിക്കാനല്ല ഈ മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും പറ്റുന്നുള്ളൂ. ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറ് തന്നെയാണ്. പക്ഷെ അവർ മനസ്സിലാക്കണമായിരുന്നു, ഭരണം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ഗവർണറുടെ സഹായം ആവശ്യമാണെന്ന് തോന്നണമായിരുന്നു. പാർട്ടി താല്പര്യങ്ങളല്ല അവിടെ നോക്കേണ്ടത്. അവിടെ പാർട്ടി താല്പര്യങ്ങളുടെ കൊടി കുറച്ച് താണു നിന്നാലും കുഴപ്പമില്ല, ജനങ്ങളുടെ കാര്യം ആലോചിക്കണമായിരുന്നു. ഇത് നാളെ എവിടെ എത്തും? ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ഭാഗത്തൂടെ പ്രകോപനപരമായി പോകുന്നു, ഗവർണർ മറ്റൊരു ഭാഗത്തൂടെ പോകുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വേറൊരു രീതിയിൽ പോകുന്നു, പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നു. സർവകലാശാലകളിലെ ഭരണം ഇപ്പോൾ ഗവർണർ ഏറ്റെടുത്ത പോലല്ലേ? ഒരു ഘട്ടത്തിൽ അദ്ദേഹം പോലീസിൻ്റെ ഭരണത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞില്ലേ? ഇത് ജനാധിപത്യത്തിൽ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുമുന്നണി ഗവൺമെൻറ്റിന് ലജ്ജയില്ലേ? ഇവിടെ മന്ത്രിമാർ, അവിടെ മുഖ്യമന്ത്രിക്ക് പോട്ടെ, മുഖ്യമന്ത്രിയുടെ പാർട്ടിയും വിട്ടുകളാ, മറ്റു മന്ത്രിമാരില്ലേ, അവർക്കിപ്പോൾ ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുകയാണ്. AKG സെൻറ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂൾ ഈ മന്ത്രിമാർക്ക് കൊടുത്തിരിക്കുകയാണ്. CPI മന്ത്രിമാരടക്കം അത് വിഴുങ്ങിയിടിക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇതരുത് മുഖ്യമന്ത്രി, ഇങ്ങനെ പാടില്ല. നമ്മളാണ് ഭരിക്കുന്നത്, മുന്നണിയാണ് ഭരിക്കുന്നത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കാനുള്ള ഒരു സംവിധാനമല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മറ്റു മന്ത്രിമാർക്ക് പറ്റുന്നില്ല? അഡ്വക്കേറ്റ് അരുൺകുമാർ, ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് മറുപടിയിലേക്ക് വരണം. ഞാൻ എന്ത് ചോദ്യത്തിനാണ് ഉത്തരം പറയാതിരുന്നത്? ചോദിച്ചല്ലോ.
അല്ല അതായത് ഞാൻ എന്ത് ചാൻസലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടിയില്ല. അരുൺകുമാർ ഉണ്ടായിരിക്കും. അതായത് കേരളത്തിലെ സെനറ്റിലേക്ക്, കാലിക്കറ്റ് സർവകലാശാലയുടെ കണ്ണൂർ സർവകലാശാലയുടെ സെനറ്റിലേക്ക് ബഹളമുണ്ടാക്കരുത്. ഞാൻ പറയുന്നത് ഇത് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സ്മൃതി ചോദിച്ച ചോദ്യത്തിനൊക്കെ ഉത്തരവെത്തില്ല. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഗവർണർ എന്ന ചാൻസലർ പദവി ഗവർണർ തൻ്റെ ചാൻസലർ പദവിയിലേക്ക് കൂടുതൽ അഭിരമിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണക്കാർ ഇവരല്ലേ? അതായത് ചാൻസലർക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതിയെ കൊണ്ട് പറയിപ്പിക്കാൻ കാരണക്കാർ ഇവരല്ലേ? ഞാൻ പറഞ്ഞത് അരുൺകുമാർ കേട്ടില്ലാന്ന് തോന്നുന്നു. ആ ബാനർ അഴിച്ചു മാറ്റാൻ ഗവർണർ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. ഗവർണർക്കുള്ള അധികാരം എന്ന അടിസ്ഥാന വിഷയം അതിൽ ഉള്ള പ്രതികരണം കൂടി വേണ്ടതുണ്ടല്ലോ. ഈ സെനറ്റിലേക്ക് എങ്ങനെ BJP അംഗങ്ങൾ കടന്നുകൂടുന്നു, അവരെ കുത്തിനിറയ്ക്കാനുള്ള ശ്രമം ഒരു വശത്ത് ഗവർണർ കൃത്യമായി നടപ്പാക്കുന്നു. അതിനെതിരെയാണല്ലോ ഈ പ്രതിഷേധം. അതിന്റെ സ്വഭാവം, അതിൽ വരുന്ന പ്രതികരണങ്ങൾ, അതൊക്കെ വിമർശന വിധേയം തന്നെ. പക്ഷെ അടിസ്ഥാനപരമായ വിഷയത്തിൽ എവിടെ പ്രതികരണം എന്നുള്ളതാണ് ചോദ്യം. ജനാധിപത്യ സംവിധാനത്തിൽ ഗവർണർ ജനാധിപത്യ വിരുദ്ധമായ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക തന്നെ ചെയ്യും, തർക്കമൊന്നും വേണ്ട. പക്ഷേ ജനാധിപത്യ സംവിധാനത്തെ മട്ടിമറിക്കാമെന്ന് തെളിയിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്താല് ഗവർണർ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മറിച്ച് പറയുകയാണ്. ഇന്ന് സ്മൃതി ഉദാഹരണങ്ങൾ കൊണ്ട് സമർത്ഥിക്കാം. ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അതായത് കരിങ്കൊടി കാണിക്കുമ്പോൾ, ഗവർണർക്ക് കരിങ്കൊടി കാണിക്കുമ്പോൾ മറ്റേ SFI കുട്ടികളെ ഇവിടെയുള്ള ഗവർണറുടെ പെരുമാറ്റം ശരിയല്ല. ഈ മുഖ്യമന്ത്രി എങ്ങനെ പെരുമാറുന്നത്? അവിടെയല്ലേ പ്രശ്നം. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കരിങ്കൊടി കാണിച്ചാൽ അവരെ കൈകാര്യം ചെയ്യും. ഗവർണർക്ക് കരിങ്കൊടി കാണിച്ച് SFIക്കാരെ കൈകാര്യം ചെയ്താൽ അത് മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടപ്പെടില്ല. അരുൺകുമാർ മിണ്ടാതിരിക്കും. താങ്കൾക്ക് അഭിപ്രായം അവസരം വരുമ്പോൾ പറയൂ. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരെ ഒരു മിനിറ്റ് സ്മൃതി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഒരു ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചത് നമ്മൾ കണ്ടതല്ലേ? ഈ ഗൺമാന്മാർ എന്തുകൊണ്ടാണ് പോലീസിന്റെ അധികാരം ഏറ്റെടുക്കുന്നത്? അതാണ് ചോദ്യം. അപ്പൊ രണ്ടു കൂട്ടരുടെ ഭാഗത്തുനിന്ന്, ഗവർണറുടെ ഭാഗത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തെറ്റാണ് നടക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രിക്ക് പറയാൻ അവകാശമില്ല. കാരണം മുഖ്യമന്ത്രിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അത് ഗവർണർ പിന്തുടരുന്നതാണ്. അതിന് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.